മനുഷ്യന്റെ ദാഹം ശമിപ്പിക്കുകയും അവന് നിത്യജീവൻ ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ജീവജലത്തിന്റെ ഉറവിടമായ ശിലയായ ക്രിസ്തു അടിയപ്പെടണമെന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. ഒരു പ്രാവശ്യം മാത്രം. ഒരിക്കൽ അടിയപ്പെട്ടവനെ വീണ്ടും വീണ്ടും അടിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യരാശിയുടെ പാപത്തിനായി ശിലയായ ക്രിസ്തു ഒരു പ്രാവശ്യം മാത്രം അടിയപ്പെട്ടു. ദൈനംദിന ധ്യാനത്തിന് വഴിയിലിക്കില്ല. നീയും നിന്റെ സഹോദരനായ ആരോനും സഭയെ ഒത്തുചേർക്കുക. അവരുടെ കണ്ണിന് മുമ്പിൽ ശിലയോട് സംസാരിക്കൂ, അത് വെള്ളം നൽകും. ഇങ്ങനെ നീ ശിലയിൽ നിന്ന് അവർക്കായി വെള്ളം കൊണ്ടുവരികയും സഭയ്ക്കും അവരുടെ മൃഗങ്ങൾക്കും കുടിക്കാൻ നൽകുകയും ചെയ്യണം. സംഖ്യകൾ 20:18. ഇസ്രായേൽ ജനങ്ങൾ കാദേശിൽ താമസിച്ചു. അവർക്ക് കുടിക്കാൻ വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഇസ്രായേൽ ജനങ്ങൾ മോശയെയും ആരോനുമെതിരായി ഒത്തുചേർന്ന് അവരോട് വാദിച്ചു. അവരെ പിരിയുകയും പറഞ്ഞു, ഞങ്ങളുടെ സഹോദരങ്ങൾ യഹോവയുടെ സന്നിധിയിൽ മരിച്ചപ്പോൾ ഞങ്ങളും മരിച്ചിരുന്നെങ്കിൽ എത്ര നല്ലിരിക്കും. നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്തിനാണ്? നാമ്യം നമ്മുടെ മൃഗങ്ങളും ഇവിടെ മരിക്കേടുവാ. അപ്പോൾ മോശയും ആരോനും സഭയിൽ നിന്ന് കൂടാരത്തിന്റെ വാതിലിലേക്ക് പോയി മുഖം കുനിച്ചു വീണു യഹോവയോട് നിലവിളിച്ചു. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, അവരുടെ കണ്ണിന് മുമ്പിൽ ശിലയോട് സംസാരിക്കുക, അതിൽ നിന്ന് വെള്ളം പുറത്തുവരും. അങ്ങനെ നീ ശിലയിൽ നിന്ന് അവർക്കായി വെള്ളം കൊണ്ടുവരികയും സഭയ്ക്കും അവരുടെ മൃഗങ്ങൾക്കും കുടിക്കാൻ നൽകുകയും ചെയ്യണം. ഇതിനു മുമ്പ് അവർ റഫീദീമിൽ താമസിക്കുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ ജനങ്ങൾ മോശയുമായി വഴക്കിട്ടു, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തരിക എന്ന് പറഞ്ഞു. അപ്പോൾ മോശ യഹോവയോട് നിലവിളിച്ചു. അപ്പോ യഹോവ പറഞ്ഞു, ഞാൻ ശിലയിൽ നിന്ന് നിന്നുകൊണ്ടിരിക്കും, നീ ശിലയെ അടിക്കണം, അതിൽ നിന്ന് വെള്ളം പുറത്തുവരും, ജനങ്ങൾക്ക് കുടിക്കാൻ. മോശ അങ്ങനെ ചെയ്തു. ദൈവം ശിലയിൽ നിന്ന് വെള്ളം പുറത്തു കൊണ്ടുവന്നു. ആദ്യമായി അവർക്ക് വെള്ളമില്ലാതിരുന്നപ്പോൾ ദൈവം മോശയോട് ശിലയെ അടിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഈ തവണ അവനോട് ശിലയോട് സംസാരിക്കണമെന്ന് പറയുന്നു. ദൈവം അങ്ങനെ പറയാൻ കാരണമെന്നാണ്, ഈ ശില ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുമോ? എല്ലാവരും അതേ ആത്മീയ പാനീയം രുചിച്ചു. അവർക്ക് പിന്നാലെ വന്ന ആത്മീയ ശിലയിൽ നിന്നാണ് അവർ കുടിച്ചത്. ആ ശില ക്രിസ്തുവായിരുന്നു. 1 കൊരിന്ത്യർ 10:4. ജീവന്റെ വെള്ളം മനുഷ്യന്റെ ദാഹം തീർക്കാനും അവന് നിത്യജീവൻ പ്രാപിക്കാനും ഒഴുകുന്ന ശിലയായ ക്രിസ്തു അടിയപ്പെടണം എന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. ഒരു പ്രാവശ്യം മുദ്ര. ഒരിക്കൽ അടിയപ്പെട്ടവനെ വീണ്ടും വീണ്ടും അടിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യരാശിയുടെ പാപത്തിനായി ശിലയായ ക്രിസ്തു ഒരിക്കൽ മാത്രം അടിയപ്പെട്ടു. ക്രിസ്തുവിന്റെ മരണം മനുഷ്യന്റെ പാപവും ശാപവും നീക്കി അവന് ജീവനായി. ഇപ്പോ മനുഷ്യൻ ശിലയോട് സംസാരിച്ചാണത്. അവൻ തന്റെ പാപങ്ങൾ സമ്മതിച്ചാൽ മതി. നാം നമ്മുടെ പാപങ്ങൾ സമ്മതിച്ചാൽ അവൻ വിശ്വസ്തനും നീതിമാനുമായവനായി നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അകൃതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1:9. ഈ സത്യത്തെ വെളിപ്പെടുത്താൻ ശിലയോട് സംസാരിക്കാൻ ദൈവം മോശയെയും അഹരോനെയും പറഞ്ഞു. ആ അവസാന ദിവസം, ഉത്സവത്തിന്റെ മഹത്തായ ദിവസത്തിൽ യേശു നിൽക്കുകയും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു, ആരെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവനിൽ നിന്നോ തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. യോഹന്നാൻ 7:37-38 വരെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ.